നമസ്കാരം. കത്തോലിക്ക സഭ പിളർപ്പിലേക്ക്. കേരളത്തിലെ ഏറ്റവും അംഗസംഖ്യയുള്ള സിറോ മലബാർ സഭ പിളർപ്പിലേക്ക് പോകുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിക്കണം എന്ന വിഷയത്തിൽ വലിയ ആഭ്യന്തര കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയാണ് വിഭജിച്ച് ഒരു പുതിയ സഭയായി രൂപം കൊള്ളാനായി പോകുന്നത്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന കളിക്കണം എന്നതാണ്. കുർബാന നടത്തേണ്ടത് എങ്ങനെയാണ് എന്നതാണ് വലിയ സംഘർഷത്തിന് പലപ്പോഴും ഇവിടെ ഇടയാക്കിയിട്ടുള്ളത്. 3 തരം കുർബാന രീതികളാണ് സിറോ മലബാർ സഭയിൽ സ്വാഭാവികമായിട്ടുമുള്ളത്. ഒന്ന് എന്ന് പറയപ്പെടുന്നത് ജനാഭിമുഖ കുർബാന, അതായത് ഈ വൈദികൻ പൂർണ്ണമായിട്ടും ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തുന്ന കുർബാനയാണിത്. എറണാകുളം, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, പാലക്കാട്, മാനന്തവാടി, താമരശ്ശേരി രൂപതകളിലൊക്കെ ഈ രീതിയായിരുന്നു പാലിച്ചു പോന്നിരുന്നത്. പിന്നെയുള്ളത് അൾത്താരാഭിമുഖ കുർബാനയാണ്. വൈദികൻ മുഴുവൻ സമയവും അൾത്താരാഭിമുഖമായാണ് നിന്നുകൊണ്ട് കുർബാന അനുഷ്ഠിക്കുന്ന രീതിയാണിത്. ഇതാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇനിയുണ്ട് 50-50 ഫോർമുല. ജനാഭിമുഖവും അൾത്താരാഭിമുഖവും തുല്യമായി ഉപയോഗിക്കുന്നതാണ് 50-50 ഫോർമുല. കോതമംഗലം, കാഞ്ഞിരപ്പള്ളി, പാല, ഇടുക്കി, തലശ്ശേരി രൂപതകളിലൊക്കെ നടന്നു വരുന്നത് ഇതാണ്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച് ജനാഭിമുഖ കുർബാന ഏറെ വൈകാരികമാണ്. രൂപതയുടെ ശില്പി എന്നറിയപ്പെട്ട കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിലാണ് ഈ ജനാഭിമുഖ കുർബാനയുടെ വക്താവ്. 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ശില്പി കൂടിയായ ഇദ്ദേഹമാണ് ഓരോ രാജ്യത്തെയും സഭ അതത് രാജ്യത്തെ പാരമ്പര്യവും സംസ്കാരവും കൂടി ഉൾക്കൊള്ളണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. ഭാരതത്തിൽ ജീവിക്കുന്ന ഭാരതീയരായ നാം ഭാരതത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളണമെന്ന നിലപാടിലാണ് അദ്ദേഹം സഭയെ നയിച്ചിരുന്നത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ് മേരീസ് ബസിലിക്കയാണ് അതിരൂപതയുടെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും സ്ഥാനിക ദേവാലയം. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാനയെ ചൊല്ലി സംഘർഷങ്ങളും അടിപിടിയും പതിവാണ്. സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ദീർഘകാലമായി തുടരുന്ന കുർബാന തർക്കം പരിഹാരമാകാത്ത സാഹചര്യത്തിൽ പരസ്പര ബഹുമാനത്തോടെ 2ആയി പിരിയാമെന്ന് അൽമായ മുന്നേറ്റം. കുർബാന തർക്കം പരിഹരിക്കുന്നതിൽ സഭാ നേതൃത്വം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അതിരൂപതയിൽ നിന്ന് പിളർന്നു മാറി മറ്റൊരു പൗരസ്ത്യ സഭയായി നിലകൊള്ളാൻ അനുവദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് പോലും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ സിറോ മലബാർ സഭ അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ. വിശ്വാസികളും അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വൈദികരും ഉൾപ്പെടുന്ന സംഘടനയാണ് അൽമായ മുന്നേറ്റം. കുർബാന തർക്കം ഇനിയും വലിച്ചു നീട്ടി സംഘർഷാവസ്ഥ മൂർച്ഛിക്കാൻ അനുവദിക്കുന്നത് സഭയ്ക്കും സമൂഹത്തിനും നല്ലതല്ല. ബിഷപ്പുമാർക്ക് എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും പൂർണ്ണ ബഹുമാനത്തോടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉൾക്കൊള്ളാൻ ആവുന്നില്ല എങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് പിരിയാനുള്ള സമയമായിരിക്കുന്നു എന്നർത്ഥം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാൻ അനുകൂലികൾ അഥവാ സിനഡ് അനുകൂലികൾ എന്നറിയപ്പെടുന്ന 14 വൈദികരെയും അവർക്കൊപ്പമുള്ള വിശ്വാസികൾക്കും ആവശ്യമായിട്ടുള്ള ആത്മീയ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ അനുവാദം നൽകണമെന്നും അതിരൂപതയുടെ കീഴിലുള്ള ഇടവകകൾ, ഫെറോനകൾ, മറ്റ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഈ 14 വൈദികരെയും ഒഴിവാക്കണം. തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ഒരു തരത്തിലുമുള്ള കാലതാമസവും പാടില്ല. ജനാഭിമുഖ കുർബാന നടപ്പാക്കണമെന്ന നിലപാടിലാണ് അൽമായ മുന്നേറ്റം. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് സഭാ നേതൃത്വത്തോടും വത്തിക്കാൻ പ്രതിനിധികളോടും പലവട്ടം വ്യക്തമാക്കിയതാണ്. താൽക്കാലിക ചർച്ചകൾ കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മാന്യമായി പിരിയാമെന്ന നിർദ്ദേശം ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്ന് അൽമായ മുന്നേറ്റം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എറണാകുളത്തിൻ്റെ ഒരു പൈതൃകം, ആ പൈതൃകവും പാരമ്പര്യവും ഒക്കെ പരിഗണിച്ചും നിലവിലുള്ള പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തും ജനാഭിമുഖ കുർബാന ഈ അതിരൂപതയ്ക്ക് ഒരു പ്രത്യേക ആനുകൂല്യമായി അനുവദിച്ചു നൽകാൻ ബിഷപ്പുമാർ തയ്യാറാകണം. അങ്ങനെ ചെയ്താൽ മറ്റു രൂപതകളും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കും. ഇത്തരത്തിലുള്ള ആശങ്കകൾ അടിസ്ഥാനമില്ലാത്തവയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ കോട്ടയം രൂപതയിലെ മലങ്കരക്കാരെ ഉൾക്കൊള്ളാൻ മടിയില്ലാത്ത സിറോ മലബാർ സിനഡ് എറണാകുളത്തോട് കാണിക്കുന്നത് ചിറ്റമ്പ നയമാണ്. എറണാകുളത്തെ വൈദികരുടെയും വിശ്വാസികളുടെയും
ജനാഭിമുഖ കുർബാനയോടുള്ള ആഭിമുഖ്യം സിറോ മലബാർ സിനഡ് രൂപപ്പെടുന്നതിന് മുന്നേ തുടങ്ങിയതാണ്. അപ്പോൾ സത്യം മനസ്സിലാക്കി നീതിപൂർവം തീരുമാനമെടുക്കുവാനുള്ള ആർജവം ബിഷപ്പുമാർക്കുണ്ടാകേണ്ടതാണ്. ഒന്നുകിൽ പിരിയുക, അല്ലെങ്കിൽ ചേർന്ന് പോവുക. അപ്പോൾ സഭ പലതരത്തിലുള്ള നടപടികൾ നടത്തി നോക്കി. മെത്രാന്മാരെ ഈ ഉരുക്കുമുഷ്ടി വെച്ച് അടിച്ചമർത്താൻ ഉരുക്കുമെത്രാന്മാരെ വരെ ഇറക്കി നോക്കി. പക്ഷേ എല്ലാവരെയും വിശ്വാസികൾ നാണം കെടുത്തി ഓടിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസി സമൂഹവും വൈദികരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ സഭയുടെ ഒരു തരത്തിലുമുള്ള കളികൾ നടന്നില്ല എന്നുള്ളതാണ്. എല്ലാ തരത്തിലുമുള്ള പ്രതിരോധങ്ങളും വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. ആലഞ്ചേരി പോലും എറണാകുളം ബസലിക്കയിലേക്ക് എത്തിയത് പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സിനഡായതിനു ശേഷം ആ പള്ളി തന്നെ അടച്ചിട്ടു. ആലഞ്ചേരിയുടെ പദവി നഷ്ടപ്പെട്ടു. ബസലിക്ക വർഷങ്ങളോളം അടച്ചിടപ്പെട്ടു. അപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും ഉറങ്ങിക്കിടന്ന വൈദികന്മാരെ പോലീസ് ചുമന്ന് വെളിയിൽ എറിഞ്ഞു കളഞ്ഞത് കണ്ട കാഴ്ചയാണ് നമ്മൾ. അങ്ങനെ വളരെ സംഘർഷഭരിതമായ അവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടം. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഇടയ്ക്കൊരു ഘട്ടത്തിൽ പാംപ്ലാനിയെ മധ്യസ്ഥനായി നിയമിച്ചിരുന്നു. എന്നാൽ സമവായ ചർച്ചകളും മധ്യസ്ഥ ചർച്ചകളും ഒന്നും തന്നെ ഫലം കാണാത്തതിനെ തുടർന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപത അപ്രകാരം ഒരു ചർച്ചയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് മാന്യമായി പിരിയാം, ഞങ്ങളുടെ കുർബാനയുമായിട്ട് പോകാം, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്നുള്ള ഒരു ലൈൻ സ്വീകരിക്കുന്നു. ഇതിവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് എന്നാണ് പറയേണ്ടത്. അതായത് ഇവിടെയുള്ളതിൽ സ്വത്തും സാമ്പത്തികവുമുള്ള ഒരു വിഭാഗം ഇങ്ങനെ സഭയിൽ നിന്ന് അടർന്നു പോയി കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ ആവലാതി ഓരോ രൂപതകളും ഇത്തരത്തിൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ഓരോ രൂപതയും വിഘടിച്ച് റീത്ത് സഭയായി മാറിക്കഴിഞ്ഞാൽ അടിത്തറ ഇളകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും സഭ അത് എതിർക്കും. എന്നാൽ പിരിയുന്നവർ എന്ത് വില കൊടുത്തും പിരിയാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്യും. ഇത് കത്തോലിക്ക സഭയുടെ മാത്രം ഒരു അവസ്ഥയല്ല. ഒട്ടുമിക്ക എല്ലാ ക്രൈസ്തവ സഭകളിലും രൂപതാടിസ്ഥാനത്തിൽ വിഭജിച്ച് പുതിയ സഭകളായി മാറാൻ പോകുന്ന ഒരു പ്രവണതയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്നേഹവും സമാധാനവുമൊക്കെ ഉദ്ഘോഷിച്ച ക്രിസ്തുവിൻ്റെ അനുയായികൾ അവർ തന്നെയാണ് ഈ വഴിയിൽ കിടന്ന് തമ്മിൽ തല്ലുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഇത്ര ഗതികേട് ഇവർക്കൊക്കെ വന്നല്ലോ എന്ന് ആലോചിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.